മധ്യപൂർവേഷ്യയിലെ യുദ്ധം അത് വളരെ സങ്കീർണമായ രീതിയിലേക്ക് ഉരുത്തിരിയുന്നു. ലോക ചേരികളിൽ മാറ്റമുണ്ടാകുന്നു. അതിനൊരു ഉദാഹരണമായിട്ട് UAE എന്ന രാജ്യം, മലയാളി, ഒരുപക്ഷെ അറബികളെക്കാളും കൂടുതൽ മലയാളം സംസാരിക്കുന്ന ദുബായും അബുദാബിയും ഷാർജ പോലെയുള്ള പട്ടണങ്ങൾ, അവിടെ മാറ്റം വരുന്നു. ഇതുവരെ ഭിന്നിക്കാത്ത GCC എന്ന ആ ഒരു സംഘടിതമായ അറബ് ശക്തി, അതല്ലെങ്കിൽ സുന്നി മുസ്ലിമുകളുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന GCC ഭിന്നിച്ച് കഷ്ണങ്ങളാകുന്നു. അവിടെ UAE, ഇന്ത്യ, ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളുടെ ഒരു കൂറുമുന്നണി രൂപം കൊള്ളുന്നു. ഇപ്പുറത്ത് സൗദി അറേബ്യ, പാകിസ്ഥാൻ, ടർക്കി, ഈജിപ്റ്റ് പോലെയുള്ള രാജ്യങ്ങൾ. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ഒരു സങ്കീർണ വിഷയങ്ങൾ നടക്കുന്നതിനിടയിൽ ഇന്ത്യയെ സഖ്യകക്ഷിയായി കരുതുകയും UAEയുടെ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് അൽ നഹിയാൻ എന്ന് പറഞ്ഞ വ്യക്തി, സയ്യിദ് അൽ നഹിയാൻ, ഇന്ത്യയിൽ ഒരു 6 മാസം മുമ്പ് വരികയുണ്ടായി. എന്നാൽ ഇപ്പോൾ പുതിയ വരുന്ന വാർത്ത എന്ന് പറയുന്നത് മോഡി മെയ് പകുതിയോട് കൂടിയിട്ട് UAEയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ അവർ ഒപ്പക്കിൽ നിന്നും പുറത്ത് പോയിരിക്കുകയാണ്. ഈ വിഷയങ്ങളെ കുറിച്ച് നമ്മളിന്ന് മിഥുനുമായിട്ട് സംസാരിക്കുകയാണ്. എന്താണ് അവിടെയുള്ള ഡെവലപ്മെന്റ്സ്, അതിന്റെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും, ഇറാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഹോർമൂസ് കടലൊടുക്ക്, ഇതിനെ കുറിച്ച് നമുക്ക് മിഥുനിൽ നിന്നും ചോദിച്ചറിയാം. എന്താണ് മിഥുന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഏകദേശം നമ്മുടെ പ്രേക്ഷകരൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും. ഒപ്പേക്കിൽ നിന്ന് UAE പിന്മാറിയിരിക്കുകയാണ്. ഞാൻ മുമ്പ് എന്റെ വീഡിയോയിൽ പറഞ്ഞാണ്, ഒപ്പേക്ക് എന്ന് വെച്ചാൽ ഒരു കൊള്ള സംഘം, കാട്ടൽ സംഘം. അതായത് ഇപ്പം പറഞ്ഞ പോലെ അവർ ഉദ്ദേശം എന്ന് പറയുന്നത് ഉത്പാദനം കുറയ്ക്കുക, കൂടുതൽ ലാഭം ഉണ്ടാക്കുക, അതാണ് പോളിസി. ഏകദേശം 19 വർഷമായിട്ടുള്ള ബന്ധമാണ് UAE അവസാനിപ്പിച്ചത്. ഇതിന്റെ പുറകിൽ എന്താണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്? അവരെ അത് ഈ പറയുന്ന UAE പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടായിരിക്കും? അത് കഴിഞ്ഞ കുറെ ദിവസങ്ങളും മാസങ്ങളുമായി UAE മിഡിൽ ഈസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി എന്തൊക്കെയാണ്? ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഒരു ദിവസം UAEയുടെ രാജാവ് തീരുമാനിക്കാൻ ഒപ്പേക്കുന്നത് മാറുക എന്നുള്ളത്. നമ്മൾ പലരും പറഞ്ഞു കാണുന്ന പ്രൊഡക്ഷൻ കൂട്ടാനുള്ള കഴിവർക്കുണ്ട്, അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അവർക്ക് ഫുജേറ വഴിയുള്ള അവർക്കുള്ള പൈപ്പ് ലൈൻ ഉണ്ട്, അവർക്ക് ഹോർമൂസിനെ ആശ്രയിക്കേണ്ട ആവശ്യകതയില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ശ്രീമദ് നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹം അടുത്ത മാസം മെയ് മാസം UAEയിൽ പോകുന്നുണ്ട്. നമ്മുടെ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർ അവിടെ പോയിരുന്നു. UAEക്ക് ഉറപ്പ് കൊടുത്തിരിക്കുക. എന്ത് ഉറപ്പെന്ന് വെച്ചാൽ ലോകത്തിലെ 2ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി എന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം. ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട ഓർഡറുകളെല്ലാം ആർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്? UAEക്ക്. അത് ഡിസ്കൗണ്ടഡ് റേറ്റ് ഇന്ത്യക്ക് കിട്ടാൻ വേണം. അത് മറ്റേ ബെഞ്ച് റേറ്റ് അല്ല പറയുന്നത്, ഡിസ്കൗണ്ടഡ് റേറ്റിൽ ഇന്ത്യക്ക് കിട്ടും എന്നുള്ള ഉറപ്പും ഇന്ത്യ കാലാകാലങ്ങളോളം UAEന്ന് വാങ്ങും എന്നുള്ള ഉറപ്പും കിട്ടിയതിനു ശേഷമാണ് ഒപ്പേക്കിൽ നിന്ന് മാറാൻ തീരുമാനിച്ചത്. അതിന് പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അയൺഡോം, ഇസ്രായേൽ. അത് ഒരു കാര്യം UAEക്ക് വളരെ വ്യക്തമാക്കി മനസ്സിലായി, അത് ഈ ഇസ്രായേൽ വിദ്വേഷം വെച്ചുകൊണ്ടൊന്നും മുന്നേറാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ശരിയാണ്, ഇസ്രായേലിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പലപ്പോഴും അവരുടെ പല കാര്യങ്ങളും വിമർശിക്കാറുണ്ട്. ശരിയാണ്, അവർ ചില പട്ടാളക്കാരുടെ ചില നടപടികൾ ലബനൻ സാറ് കണ്ടായിരിക്കും, അല്ല മറ്റേ യേശുവിന്റെ പ്രതിമ താർക്കുന്ന സാറ് കണ്ടോ? അതൊരു വ്യക്തിയല്ല, ഒരു പട്ടാളക്കാരൻ ചെയ്തത്. ഇസ്രായേലിന്റെ പട്ടാളക്കാരനോ? അതിന് പകരമായിട്ട് നെതന്യാഹു ക്രിസ്ത്യൻ ചോദ്യം സാർ കേക്ക്, സാറ് കണ്ടോ ഇല്ലയോ? ഞാൻ കണ്ടു. സത്യമാണ്. അല്ല, അത് ഞാൻ പറഞ്ഞ ഒറ്റപ്പെട്ട വ്യക്തികൾ പലതും ചെയ്യും. ഒറ്റപ്പെട്ട വ്യക്തിയായിട്ട് സമൂഹമായിട്ട് ചെയ്യുന്നതായിട്ട് വ്യത്യാസമുണ്ട്. അതിന് വളരെയധികം മാപ്പും പൂർത്തിയായിട്ടാണ് നെതന്യാഹു ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചാല് ചില ഒറ്റയ്ക്കും തെറ്റയ്ക്കും പല വ്യക്തികളും ഗാസിന് അതിക്രമം ചെയ്തിട്ടുണ്ട്. അംഗീകരിക്കുന്നില്ലേ? അംഗീകരിക്കുന്നില്ലേ? പല മനുഷ്യാവകാശ ദംശനങ്ങളൊന്നും ഗാസയിൽ നടന്നിട്ടില്ല. ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഗാസയിലെ മനുഷ്യാവകാശ ധ്വംസം നടന്നിട്ടില്ല. പട്ടാളക്കാർ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കായിരിക്കാം. അവരുടെ ഒരു വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ കാണിക്കുന്ന വ്യക്തികൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് കാടടിച്ച് വെടിവെക്കാൻ സാധിക്കില്ല. പക്ഷെ എന്നാൽ പോലും ചില ഇസ്രായേൽ പട്ടാളക്കാരുടെ ഭാഗത്തുനിന്നുള്ള ചില മനുഷ്യരഹിതമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഗാസിലുണ്ടായിരിക്കാം. അതിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ് ശരിയെന്നും ഇസ്രായേലാണ് ഭാവി എന്ന് തീരുമാനിക്കുന്ന ഒരു രാജ്യത്തെ നമ്മൾ കാണുകയാണ്, അതായത് UAE. അപ്പൊ രണ്ടാമത്തെ മെയിൻ ചോദ്യം എന്ന് പറയുന്നത് വിക്ടർ ഭായ്, ഏറ്റവും വലിയൊരു ഒരു സർപ്പ വിഷമുണ്ട് എവിടെ? മിഡിൽ ഈസ്റ്റിൽ. ആരാ സാറിന് ഊഹിക്കാവോ? GCC രാജ്യങ്ങളിൽ. ഖത്തറല്ല, ഖത്തറിനെക്കാട്ടും വലിയ സർപ്പ വിഷം എന്ന് പറയുന്നത് വിഷം സൗദിയാണ് ഏറ്റവും വിഷം. സൗദിയാണ് ഇരു സ്ഥലങ്ങളിലും അവരുടെ ആഗ്രഹം ചില സമയങ്ങളിൽ അവർ ഇറാനുമായി അടുക്കും, ചില സമയങ്ങളിൽ അമേരിക്കയുടെ അടുക്കും. അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ
ഈ മിഡിൽ ഈസ്റ്റിലെ രാജാവ് ഞാനായിരിക്കണം, റിയാദിലായിരിക്കണം, എന്തെങ്കിലും GCCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവറിത്തിങ് കം ഫ്രം റിയാദിൽ നിന്നായിരിക്കണം. അച്ഛാ അവർക്ക് ഒരിക്കലും ഒരു ഇറാൻ നശിച്ചു കാണാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ആരെയും സൗദി. കാരണം എന്ന് വെച്ചാൽ ഇറാൻ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോവുകയാണ് ആരുടെ. ഇപ്പൊ ഇറാന്റെ ഈ പറഞ്ഞ എണ്ണയൊക്കെ ഈ കരിഞ്ചന്തയിൽ വിൽക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ളതൊക്കെ ഇവർക്ക് തന്നെയാണ്. അപ്പൊ എന്ത് കാരണം വെച്ചാലും ഇറാൻ ഇല്ലാതായി കാണാൻ ആഗ്രഹിക്കുന്നില്ല സൗദി. പക്ഷെ അതോടൊപ്പം തന്നെ ഇറാൻ ശക്തി ആർജിക്കാൻ അവർക്ക് ആഗ്രഹിക്കുന്നില്ല. ഒരു മോഡറേറ്റ് ഇറാനാണ് ആ ലക്ഷ്യം എന്ന് പറയുന്നത് സൗദിയുടെ. അപ്പൊ സൗദിയെ ഒരു കാരണം വെച്ചാൽ വിശ്വസിക്കാൻ സാധിക്കില്ല സൗദി വളരെ വ്യക്തമായിട്ട്. അപ്പം ഈ UAE നമ്മളുടെ മറ്റേ സൊമാലിലാൻഡൊക്കെ അറിയില്ലേ, സൊമാലിലാൻഡ് എന്നുള്ള രാജ്യം ശരിക്കും UAE കെട്ടിപ്പടുത്തിരിക്കുന്നത് ആർക്ക് ചെക്ക് കൊടുക്കാനാണ്, ഹൂതികൾക്കല്ല, സൗദി കയറ്റുകയല്ല. പിന്നെ കൂടുതൽ ഞാൻ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, പക്ഷെ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ വ്യക്തമായ അഭിപ്രായത്തിൽ ഈ സൗദി ഒരു എന്തൊക്കെയായിരിക്കും സൗദി ഇപ്പൊ ബാക്ക് ഫുട്ടിലായിരിക്കുകയാണ്. സൗദിയെ സംബന്ധിച്ചിടത്തോളം അവര് അവിടുത്തെ താങ്കൾ പ്രതിപാദിച്ച പോലെ അവിടുത്തെ രാജാവ് അവരാണ്. കാരണം അവരുടെയിലാണ് ലാൻഡ് മാസ് എന്ന് പറയുന്ന ആ സൗദി പെനിൻസുല, UAE, ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ് ഒക്കെ ചെറു ചെറു രാജ്യങ്ങൾ, ഒമാനൊക്കെ ഇങ്ങനെ കേട്ടത് ചെറു രാജ്യങ്ങളാണ് അവിടുത്തെ. അവിടുത്തെ ഏറ്റവും വലിയ പ്രമുഖ കക്ഷി എന്ന് പറയുന്നത് സൗദിയാണ്. തന്നെയുമല്ല ഇപ്പൊ ഇരിക്കുന്ന ഭരണകൂടം സൗദിയിൽ ഇപ്പൊ ഇരിക്കുന്ന നിശബ്ദമാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ നിശബ്ദമാണ്. പക്ഷെ അവരുടെ ഡയറക്റ്റ് ഡീല് നടക്കുന്നത് ട്രംപ് ആയിട്ടാണ്. അവരുടെ വ്യക്തിബന്ധത്തിന്റെ ഇതിലാണ് ഇപ്പൊ അസീം മുനീർ, സൗദി ക്രൗൺ പ്രിൻസ്, ട്രംപ്, ഇവര് വ്യക്തിബന്ധം പോലെ ഇത് കൊണ്ടു നടക്കുന്നത് പലപ്പോഴും. അതില് നെത്തിന്യാഹുവിന് പോലും വലിയ പങ്കില്ല. ഇപ്പൊ ട്രംപ് നെത്തിന്യാഹുവിനെ കൊണ്ടു നടക്കാൻ കാരണം കാലാകാലങ്ങളായിട്ട് 1947 48 ഇസ്രായേൽ എന്ന രാജ്യം സൃഷ്ടിച്ചത് അമേരിക്കയാണ്. അപ്പൊ അതിനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത എന്ന് മാത്രമാണ് ഇസ്രായേലിനെ ട്രംപ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. ട്രംപിന് വ്യക്തിപരമായിട്ടുള്ള അടുപ്പമുള്ളത് ഈ പറഞ്ഞ അസീം മുനീറിനോടും അതല്ലെങ്കിൽ സൗദി ക്രൗൺ പ്രിൻസിനോടും അവർക്ക് കച്ചവടക്കാരും കൂട്ടുകാരും രാജാക്കന്മാരും ആണ്. അപ്പൊ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ കാതലായ ഭിന്നിപ്പ് അവിടെ സംഭവിച്ചിരിക്കുന്നു. സൗദി അറേബ്യയും പ്രത്യേകിച്ച് സൗദി അറേബ്യയും UAE ചെറിയ രാജ്യമാണെങ്കിലും അവരുടെ സമ്പത്ത് കണ്ടമാനുണ്ട്. $1.5 ട്രില്യൺ അവരുടെ വെറുതെ അമേരിക്കയ്ക്ക് ഇപ്പൊ നമ്മൾ കണ്ടുപോലെ ഒരു 31-32 ട്രില്യൺ കടാണ് അവരുടെ മാറ്റിരിപ്പ് പൈസയാ. അത്രം സമ്പത്ത്. അപ്പൊ അതൊക്കെ ഒരു പക്ഷെ അതിലൊക്കെ കുറവ് വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇതിൽ കുറവ് വരുമ്പോൾ അത് മലയാളീനെയും കൂടിയും ബാധിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ മലയാളികൾ എന്ന നിലയിൽ. അപ്പൊ അവിടെ ഉരുതിരിഞ്ഞു വരുന്ന ആ ഒരു സഖ്യം ഇന്ത്യ അതിൽ വലിയൊരു ഭാഗമാണ്. തന്നെയല്ല ഒപ്പക്കിൽ നിന്ന് ഇറങ്ങുന്നു. 1960 സെപ്റ്റംബറിലാണ് ഒപ്പക്ക് ഉണ്ടാക്കുന്നത്. ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, വെനിസുല ഇപ്പൊ ട്രംപാണ് എണ്ണ വെക്കണം അവിടെ. അപ്പൊ അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ UAEക്ക് 9 മണിക്കെങ്കിലും ഉണ്ടാക്കി വെക്കാം, കടന്നു ഒരു ആദായ വിലക്ക് വെക്കാം. അതാണ് ഇപ്പൊ UAE ചെയ്യുന്നത്. ഒപ്പക്കിൽ നിന്ന് പുറത്തിറങ്ങുന്നു. മിഥുൻ സൂചിപ്പിച്ച പോലെ അവരൊരു കൊള്ളസംഘം, കാർട്ടൽ എന്ന പേരാണ് പറഞ്ഞത്. അത് 70കളിൽ ഫൈസൽ രാജാവ് ഇരിക്കുന്ന സമയത്ത് അമേരിക്കയ്ക്ക് എണ്ണ കൊടുക്കില്ല എന്ന് പറഞ്ഞു സൗദി അറേബ്യ. അവിടെ 6 ഡേ വാർ നടന്നു കഴിഞ്ഞപ്പോ ഫൈസൽ രാജാവും ഈജിപ്തിലെ നാസറും എല്ലാവരും കൂടി പറഞ്ഞു ഇനി അമേരിക്കയ്ക്ക് എണ്ണ കൊടുക്കാൻ ഓയിൽ ക്രൈസിസ്, മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് വന്ന സമയം ഒരു ഫൈസൽ രാജാവ് ഇരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഒരു കാലഘട്ടം ഇന്ന് വരാനായിട്ട് സാധാരണ ഇപ്പൊ സൗദി ആയിട്ടുള്ള അമേരിക്ക ആയിട്ടുള്ള ബന്ധം, ഇപ്പൊ പെട്രോൾ ഡോളർ ബന്ധമൊക്കെ ആയിട്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന UAEയുടെ ആ ഒരു മാറ്റം ഒപ്പക്കിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് ആവശ്യാനുസരണം വെക്കാം, ആദായ വിലക്കിട്ട് എണ്ണ വെക്കാനുള്ള പരിപാടിയാണ് UAEയുടെ. അത് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഘടകം.